ലൈലത്തുൽ ഖദർ സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അത് 27-ാം രാവിനാണ് എന്നാണ് ഭൂരിപക്ഷം മഹാന്മാരും പറയുന്നത്. ഒരുപാട് മഹാന്മാര് പറയുന്നത് പരിശുദ്ധമായ റമളാനിലെ 27-ാം രാവിലാകാനാണ് സാധ്യത എന്നുള്ളത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഏറെക്കുറെ എല്ലാ പള്ളികളിലും ചില ഈ നാടുകളിലൊക്കെ 21-ാം രാവും 23-ാം രാവും 25-ാം രാവും 27-ാം രാവും ഇങ്ങനെ ഒറ്റ രാവുകളിലൊക്കെ പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുന്നതായി കാണാം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ആ പ്രദേശങ്ങളിലൊക്കെ 27-ാം രാവിനെ വളരെ വിപുലമായി നോമ്പ് തുറയും, വളരെ വിപുലമായി സ്ത്രീകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല തൗബയുടെ മജ്‌ലിസും നസീഹത്തൊക്കെ കൊടുത്ത് അന്നത്തെ ദിവസം അവിടെ ഹയാത്താക്കിയിട്ട് ദിക്റും സ്വലാത്തും ചൊല്ലിയിട്ട് അവിടുന്ന് തൗബ ചെയ്തിട്ട് അതുപോലെ തന്നെ അവിടുന്ന് അത്താഴം കഴിച്ചിട്ടാണ് അവിടുന്ന് ഉമ്മമാരെ പറഞ്ഞയക്കുക. ഈ പ്രദേശത്തിൽ അങ്ങനെ ഉണ്ടാവുമോ എനിക്കറിയില്ല, ഉണ്ടാവുമായിരിക്കാം. ഞാൻ നമ്മുടെ ആ പാലക്കാട് പ്രദേശത്തിലുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അന്നത്തെ ദിവസം നമ്മൾ ഒരു പ്രത്യേക ദിവസമായി, അന്നത്തെ ദിവസമാണ് ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ പറയുന്നത് കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ 27-ാം രാവാകാൻ സാധ്യത കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈലത്തുൽ ഖദർ എന്ന പദം ഖുർആനിൽ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൈലത്തുൽ ഖദർ എന്ന പദം ഖുർആനിൽ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പദത്തിൽ 9 അക്ഷരങ്ങളുണ്ട്. മനസ്സിലാക്കണേ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, നോക്കിയേ, ലൈലത്തുൽ ഖദർ എന്ന പദത്തിൽ ലൈലത്തുൽ ഖദർ എന്ന പദം ഖുർആനിൽ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ പദത്തിൽ 9 അക്ഷരങ്ങളുണ്ട്. ആ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നതിൽ 9 അക്ഷരങ്ങളുണ്ട്. 9 × 3 ഒന്ന് ഗുണിച്ചു നോക്കിയേ. 9 × 3 27 കിട്ടുക. അതുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് പറയുന്നുണ്ട്, 27-ാം രാവാകാനാണ് സാധ്യത എന്ന്. എന്താണ് ഗവേഷണം? നോക്കിയേ, റമദാനിലെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്, ആ ലൈലത്തുൽ ഖദർ എന്ന പദം ഖുർആനിൽ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ പദത്തിൽ 9 അക്ഷരങ്ങളുണ്ട്. 9 × 3 27. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് 27-ാം രാവിലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. മറ്റു ചില മഹാന്മാര് പറയുന്നു, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളോട് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന മൊത്തം ആ ലൈലത്തുൽ ഖദറിന്റെ സൂറത്തിൽ 30 പദങ്ങളുണ്ട്. ആ പദങ്ങളിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ പദത്തിൽ ഒരു സർവനാമമുണ്ട്, ഒരു ളമീർ ഒളിച്ചു കിടക്കുന്നുണ്ട്. ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ ഹിയ എന്ന പദത്തിന്റെ മർജിഇലൈഹി, ഈ ഹിയ എന്ന പദത്തിന്റെ മർജിയിലേക്ക് ലൈലത്തുൽ ഖദർ, അതാ ഹിയ എന്ന പദം ആ സർവനാമം വന്നിരിക്കുന്നതും അത് 27-ാമത്തെ പദമായിട്ടാണ്. ആലോചിച്ചു നോക്കിയേ. അതുകൊണ്ട് 27-ാം രാവാണ് എന്ന് അഭിപ്രായപ്പെടുന്നു ചില മഹാന്മാർ. നോക്കിയേ, 30 പദങ്ങളുണ്ടത്രേ. ആ 30 പദങ്ങളിൽ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഈ ഹിയയുടെ ളമീർ ഹത്താ മത്ലഇൽ ഫജ്ർ, അതിന്റെ മർജിഇലൈഹി, എങ്ങോട്ടാ മടങ്ങുന്നത്? ഹിയയിലേക്കാണ്. ആ ഹിയ എന്ന പദം എന്ന നാമം അത് 27-ാമത്തെ പദമായിട്ടാണ് മഹാന്മാര് പറയുന്നത്. അതുകൊണ്ട് 27-ാം രാവിനാകാനും കൂടുതൽ സാധ്യതയുണ്ട് എന്ന് മറ്റു ചില പണ്ഡിതന്മാര് പറയും. ആലോചിച്ചു നോക്കിയേ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആലോചിച്ചു നോക്കിയേ. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവുകളിൽ 21-ാം രാവ് നമ്മളോട് വിട പറഞ്ഞു പോയി, 23-ാം രാവും വിട പറഞ്ഞു പോയി. ഇനി 25-ാം രാവ് കടന്നു വരുന്നുണ്ട്, 27-ാം
ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതം ഹയാത്താക്കിയിട്ട് ഇബാദത്ത് ചെയ്യാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സ്വഹാബികൾ ഇങ്ങനെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ നക്ഷത്ര തുല്യരും സൽക്കർമ്മകാരികളും നക്ഷത്ര തുല്യരുമായ സ്വഹാബത്ത് മുസ്തഫായ തങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ലൈലത്തുൽ ഖദറിനെ പറ്റിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ എന്നാണ് ഈ ലൈലത്തുൽ ഖദർ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചർവീണം ചെയ്യുമ്പോ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്, പക്ഷേ വയസ്സ് കുറഞ്ഞ ആളാണ്. ആൾക്ക് ചെറിയ വയസ്സേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ഇൽമ. ചില ആളുകൾ അങ്ങനെയല്ലേ ഉള്ളൂ, ചെറിയ ആളായിരിക്കും, ഹൈറ്റും കമ്മിയായിരിക്കും, ചിലപ്പോ വയസ്സും ഉണ്ടാവില്ല, പക്ഷെ നല്ല ഇൽമിന്റെ ബഹറുകളായ ആളുകളുണ്ട്. അള്ളാഹു അത്തരം വിഭാഗത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടി നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെറിയ ആളാണ്, പക്ഷേ എല്ലാവരും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടാ ബഹുമാനിക്കും, ആദരിക്കും, അവരോട് കൈ കൊടുത്ത് സലാം പറയും, മുശാഫഅത്ത് ചെയ്യും. അതിനുള്ള കാരണം എന്തെന്നറിയോ? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്, ഭയങ്കര ഇൽമിന്റെ നിറുകുടമാണ്. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. ലൈലത്തുൽ ഖദറിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പണ്ഡിതൻ പറയുകയാണ്. എന്താണ് ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ ഇങ്ങനെ ചർച്ച, 27 രാവിനാണോ, 25 രാവിനാണോ, 29 രാവിനാണോ, 21-നോ 23-നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വഹാബികളും അവിടെ ചർച്ച ചെയ്യുമ്പോ അതിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് പറയുന്നു, ആ ചർച്ചയിൽ പങ്കെടുത്തിട്ട് പറയുന്നു, അല്ലാഹുവിന് 7 ആകാശങ്ങളാണുള്ളത്, അല്ലാഹുവിന് 7 ഭൂമികളാണുള്ളത്, അല്ലാഹുവിന് 7 ആകാശങ്ങളാണുള്ളത്, അല്ലാഹുവിന് 7 ഭൂമികളാണുള്ളത്, 7 സുജൂദിന്റെ അവയവങ്ങളാണുള്ളത്. അല്ലാഹുവിന് 7 ആകാശങ്ങളുണ്ട്, 7 ഭൂമികളുണ്ട്, സുജൂദിന്റെ അവയവങ്ങളിൽ 7 അവയവങ്ങളാണ് അല്ലാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. ആഴ്ചയിൽ 7 ദിവസമാണുള്ളത്, നരകത്തിന് 7 തട്ടുകളാണുള്ളത്, വിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുമ്പോൾ അതിന് 7 ചുറ്റുകളാണുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം അത് ഒറ്റ രാവുകളാണ്. ഇന്നല്ലാഹ വിത്റും യുഹിബ്ബുൽ വിത്റാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായത് ഒറ്റയായ സംഖ്യയാണ്. ഇന്നല്ലാഹ വിത്റും യുഹിബ്ബുൽ വിത്റാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ഒറ്റയായ സംഖ്യകളാണ്. അതുകൊണ്ട് 7 ആകാശങ്ങളുള്ളത്, 7 ഭൂമികളാണ് അല്ലാഹുവിനുള്ളത്, 7 സുജൂദിന്റെ അവയവങ്ങളാണ് അല്ലാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. ആഴ്ചയിൽ 7 ദിവസമാണുള്ളത്, നരകത്തിന് 7 തട്ടുകളാണുള്ളത്, വിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുമ്പോൾ അതിന് 7 ചുറ്റുകളാണുള്ളത്. അതുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ആ ഒറ്റയായ സംഖ്യയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അത് 7 എന്നുള്ള സംഖ്യയാണ്. ആ 7 ഉള്ളതോ അത് 27-ാം രാവിലാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട കാര്യം? ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ ഒറ്റയായ സംഖ്യ ഉള്ളത് അത് 27-ാം രാവിലാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുകൊണ്ട് 27-ാം രാവിലെ ഒരുപാട് ഇബാദത്തുകൾ നിങ്ങൾ ചെയ്യണേ. ആ ലൈലത്തുൽ ഖദർ ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അത് 27-ാം രാവിലാണ് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ ലോലക്ക് ഗവേഷണം നോക്കിയേ, ഒന്ന് ആലോചിച്ചു നോക്കി. ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഇങ്ങനെ പഠിക്കുമ്പോ. കാരണം 7 ആകാശങ്ങൾ
7 ഭൂമികൾ, 7 സുജൂദ് ചെയ്യുന്ന അവയവങ്ങൾ, ആഴ്ചയിൽ 7 ദിവസം, നരകത്തിന് 7 തട്ടിലുകൾ, വിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുമ്പോൾ അതിന് 7 ചുറ്റുകളാണുള്ളത്. മാത്രമല്ല ആ ഒറ്റയായ സംഖ്യ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ആ 7 ഉള്ളത് 27-ാം രാവിലാണ്. മനസ്സിലാകുന്നുണ്ടോ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, അന്നത്തെ ദിവസം കൊണ്ടല്ലോ ഒരുപാട് അമലുകൾ ചെയ്യാൻ, ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. 1000 മാസത്തേക്കാൾ ഇബാദത്ത് ചെയ്യുന്നതിന്റെ കൂലി നമ്മൾക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടണമെങ്കിൽ അന്ന് ആലോചിച്ചു നോക്കിയേ, അത് വേണ്ടതുപോലെ മുതലാക്കാം. പടച്ചവനെ, ഈ റയ്യാഹിൻ പഠിതാക്കൾക്കും അവിടുത്തെ കുടുംബങ്ങൾക്കും ഈ പള്ളിയുടെ ചുറ്റും അല്ലാഹുവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ പെങ്ങന്മാർക്കും അല്ലാഹുവേ, ഉപ്പമാർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അന്നത്തെ ദിവസം എല്ലാവർക്കും സദഖ കൊടുക്കാൻ നമ്മൾ 27 രാവ്, നമ്മൾ ഇത്രയും ദിവസം സക്കാത്ത്